വാക്യങ്ങൾ 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാകുന്നു. അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകയില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ. അവനെ കോപിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഒഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം, എന്നാൽ ഏതു ഭോഷനും ശണ്ട കൂടും. മടിയൻ ശീതനിമിത്തം ഉഴാതിരിക്കുന്നു. കൊയ്ത്തുകാലത്തു അവൻ ഇരക്കും, ഒന്നും കിട്ടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. ന്യായാസനത്തിലിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകല ദോഷത്തെയും പേറ്റിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു, പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്നു ആർക്ക് പറയാം? 2 തരം തൂക്കവും 2 തരം അളവും, രണ്ടും ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. ബാല്യത്തിലെ ക്രിയകളാൽ തന്നെ ഒരുത്തന്റെ പ്രവൃത്തി വെടിപ്പും നേരുമുള്ളതാകുമോ എന്നു അറിയാം. കേൾക്കുന്ന ചെവി, കാണുന്ന കണ്ണ്, ഇവ രണ്ടും യഹോവയുണ്ടാക്കി. ദരിദ്രനാകാതിരിക്കേണ്ടതിന് നിദ്രപ്രിയനാകരുത്. നീ കണ്ണു തുറക്ക, നിനക്ക് വേണ്ടുവോളം ആഹാരമുണ്ടാകും. വിലയ്ക്ക് വാങ്ങുന്നവൻ ചീത്ത ചീത്ത എന്ന് പറയുന്നു. വാങ്ങി തന്റെ വഴിക്ക് പോകുമ്പോഴോ അവൻ പ്രശംസിക്കുന്നു. പൊന്നും അനവധി മുത്തുകളുമുണ്ടല്ലോ, പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നതിന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. അന്യജാതിക്കാരനു വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. വ്യാജത്താൽ നേടിയ ആഹാരം മനുഷ്യന് മധുരം, പിന്നത്തേതിലോ അവന്റെ വായിൽ ചരൽ നിറയും. ഉദ്ദേശങ്ങൾ ആലോചന കൊണ്ട് സാധിക്കുന്നു. ആകയാൽ ഭരണസാമർഥ്യത്തോടെ യുദ്ധം ചെയ്യുക. നുണയനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. ആകയാൽ വിടുവായനോട് ഇടപെടരുത്. ആരെങ്കിലും അപ്പനെയോ അമ്മയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. ഒരു അവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിന്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. 2 തരം തൂക്ക് യഹോവയ്ക്ക് വെറുപ്പ്, കള്ളത്തുലാസും കൊള്ളരുത്. മനുഷ്യന്റെ ഗതികൾ യഹോവയാൽ നിയമിക്കപ്പെടുന്നു, പിന്നെ മനുഷ്യന് തന്റെ വഴി എങ്ങനെ ഗ്രഹിക്കാം? ഇത് നിവേദിതം എന്ന് തത്രപ്പെട്ട് നേരുന്നതും നേർന്ന ശേഷം നിരൂപിക്കുന്നതും മനുഷ്യന് ഒരു കണി. ജ്ഞാനമുള്ള രാജാവ് ദുഷ്ടന്മാരെ പേറ്റിക്കളയുന്നു, അവരുടെ മേൽ അവൻ മെതിവണ്ടി ഉരുട്ടുന്നു. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ദയയും വിശ്വസ്തതയും രാജാവിനെ കാക്കുന്നു. ദയ കൊണ്ടു അവൻ തന്റെ സിംഹാസനത്തെ ഉറപ്പിക്കുന്നു. യൗവനക്കാരുടെ ശക്തി അവരുടെ പ്രശംസ, വൃദ്ധന്മാരുടെ നര അവരുടെ ഭൂഷണം. ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകാത്ത അടിയും ദോഷത്തെ അടിച്ചുവാരിക്കളയുന്നു.